ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയത് തിയറി ഓഫ് ഡിമാൻഡിനകത്ത് ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഡിമാൻഡിൻ്റെ ഡിറ്റർമിനൻസ്, ലോ ഓഫ് ഡിമാൻഡ്, അതുപോലെ തന്നെ റാഷണൽസ് ഓഫ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലോ ഓഫ് ഡിമാൻഡ്, ഇത്രയും കോൺസെപ്റ്റ്സ് ആയിരുന്നു നമ്മൾ നോക്കിയത്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ലോ ഓഫ് ഡിമാൻഡിൻ്റെ എക്സെപ്ഷൻസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു ലോ ഓഫ് ഡിമാൻഡിനകത്ത് നമ്മൾ പഠിച്ചത് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അത് തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺസ് നമ്മൾ പഠിച്ചു. എന്നാൽ ഈ ലോ ഓഫ് ഡിമാൻഡിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഇത് എല്ലാ കേസിലും എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ഈ ലോ ആപ്ലിക്കബിൾ ആവില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെയാണ് ലോ ഓഫ് ഡിമാൻഡിന് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. വെബ്ലൻ ഗുഡ്സ്, ഗിഫൻ ഗുഡ്സ്, നെസസിറ്റീസ് ഡ്യൂറിങ് എമർജൻസീസ്, സീസണൽ ഗുഡ്സ്. ഇത് ഓരോന്നും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. എക്സെപ്ഷൻസ് ടു ലോ ഓഫ് ഡിമാൻഡ് അത് ഫസ്റ്റ് വരുന്നതാണ് ഗിഫൻ ഗുഡ്സ്. ഗിഫൻ ഗുഡ്സ് എന്ന് പറയുന്നതിനെ നമുക്ക് ഇൻഫീരിയർ ഗുഡ്സ് എന്നും പറയാം. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ഇൻഫീരിയർ ഗുഡ്സ് എന്ന് ഞാനിപ്പോൾ കെറോസിൻ അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറഞ്ഞു. അതായത് വളരെ ഇൻകം ലെവലിൽ വളരെ താഴെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ യൂസ് ചെയ്യുന്ന പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അതിൻ്റെ പ്രൈസ് കൂടിയാൽ പോലും അവർക്ക് വേറെ പ്രൊഡക്ട്സ് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യും, വീണ്ടും അത് തന്നെ അവർ പർച്ചേസ് ചെയ്തെന്ന് വരും. അതാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പൂർ പീപ്പിൾ മേ ബൈ മോർ ഗ്രെയിൻ ലൈക്ക് ബജ്ര ഈവൻ ഇഫ് ഇറ്റ്സ് പ്രൈസ് റൈസസ് ബിക്കോസ് ദേ കനോട്ട് അഫോർഡ് കോസ്റ്റ്ലിയർ ഫുഡ്. അതായത് ഈവൻ ബജ്ര എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഗ്രെയിനിൻ്റെ പ്രൈസ് കൂടിയാലും അവരെന്ത് ചെയ്യും, അത് തന്നെ പർച്ചേസ് ചെയ്യും. ബിക്കോസ് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, അതിലും കോസ്റ്റ്ലിയറായ മറ്റു ഗുഡ്സ് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ ഈ പറയുന്ന ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ ആവില്ല. അതുപോലെ തന്നെ വെബ്ലൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് സിമ്പിൾ ഗുഡ്സ് ആണ്. നമ്മുടെ പ്രസ്റ്റീജിനെ, നമ്മുടെ സ്റ്റാറ്റസിനെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗുഡ്സ് ആണ്. നമ്മൾ പറഞ്ഞ ലക്ഷറി കാറുകൾ, ബ്രാൻഡഡ് വാച്ചസ്, ബ്രാൻഡഡ് ഡ്രസ്സുകൾ, ഇതൊക്കെ നമ്മുടെ വെബ്ലൻ ഗുഡ്സിനകത്ത് വരുന്നുണ്ട്. സോ വെബ്ലൻ ഗുഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസ് കൂടുന്തോറുമാണ് അതിന് ഡിമാൻഡ് കൂടുന്നത്. BMW കാർ നമ്മുടെ ഒരു പ്രസ്റ്റീജ് കാറായിട്ട് നമ്മൾ കാണുന്നതല്ലേ, നമ്മുടെ സ്റ്റാറ്റസ് സിമ്പിളായിട്ട് നമ്മൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിന് ആ പ്രൈസ് ഉള്ളത് കൊണ്ടാണ്. അപ്പം വെബ്ലൻ ഗുഡ്സിൻ്റെ കേസിലും ഈ ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ അല്ല. അതുപോലെ തന്നെ മൂന്നാമതാണ് നെസസിറ്റീസ്. അതായത് നമുക്ക് വളരെ എസെൻഷ്യലായിട്ട് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ, നമ്മുടെ ഡെയിലി നീഡ്സ് നമുക്ക് വേണ്ട കാര്യങ്ങൾ, അത് റൈസ്, സോൾട്ട്, മെഡിസിൻസ്, ഇലക്ട്രിസിറ്റി, അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്. അതിന് ഡിമാൻഡ് ഒരിക്കലും അതിൻ്റെ പ്രൈസ് കൂടിയതുകൊണ്ട് കുറയാനോ കുറഞ്ഞത് കൊണ്ട് കൂടാനോ ഒന്നും പോയി മീൻസ് ഒരു പരിധിയിലപ്പുറം അതിനെ എന്ത് ചെയ്യത്തില്ല, അഫക്റ്റ് ചെയ്യത്തില്ല. അതായത് നമുക്ക് എന്താണ് മെഡിസിൻസിൻ്റെ പ്രൈസ് കൂടിയാലും നമ്മൾ അതെന്ത് ചെയ്യും, വാങ്ങും. കുറഞ്ഞാലും നമ്മൾ ആ വാങ്ങുന്ന ക്വാണ്ടിറ്റി തന്നെ, നമ്മൾ സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ വാങ്ങും. നമുക്ക് ഡെയിലി എടുക്കേണ്ട മെഡിസിൻ ആണെങ്കിൽ മാസത്തിൽ 30 ഗുളിക നമുക്ക് വേണമെങ്കിൽ 30 ഗുളിക തന്നെ നമ്മൾ വാങ്ങും, അതിൻ്റെ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും. അപ്പം നെസസിറ്റീസിൻ്റെ കേസിലും ഇത് ആപ്ലിക്കബിൾ അല്ല. ദെൻ ഫ്യൂച്ചർ പ്രൈസ് എക്സ്പെക്ടേഷൻ. അതായത് ഈവൻ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു സവോളയുടെ പ്രൈസ് കൂടി, ഈ മാസം നല്ല കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു ഹിൻറ്റ് കിട്ടി, അടുത്ത മാസവും ഇത് കൂടും, അതിനടുത്ത മാസം അതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ഈ മാസം തന്നെ നമ്മളത് വാങ്ങും. ഈവൻ അതിൻ്റെ പ്രൈസ് കൂടുതലാണെങ്കിൽ പോലും ഈ മാസം തന്നെ നമ്മളത് വാങ്ങും. കാരണം ഫ്യൂച്ചറിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്നുള്ള നമ്മുടെ ആ ഒരു പേടി കാരണം, അല്ലെങ്കിൽ ആ ഒരു നോളജ് നമുക്കുള്ളത് കൊണ്ട്. ഇനി സ്പെക്കുലേറ്റീവ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഈ ഒരു കാര്യം കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. അതായത് അതായത് ചില പെർട്ടിക്കുലർ ഷെയർസിനും സ്റ്റോക്കിനും പ്രൈസ് കൂടുമ്പോഴാണ് ആൾക്കാർ കൂടുതൽ ഇത് വാങ്ങുന്നത്. അതായത് ഭാവിയിലും ഇതിൻ്റെ പ്രൈസ് കൂടുമെന്നും അപ്പം നമുക്ക് കൂടിയ പ്രൈസ് നമുക്കത് വിൽക്കാൻ പറ്റുമെന്നുള്ള എക്സ്പെക്ടേഷൻസിൽ ആൾക്കാർ ചെയ്യുന്നതാണിത്. ഓക്കെ, ഇനി വരുന്നതാണ് ചേഞ്ച് ഇൻ ഇൻകം ഓർ ടേസ്റ്റ്. അതായത് ആൾക്കാരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവർ വീണ്ടും എന്ത് ചെയ്യും, ആ സെയിം പ്രൊഡക്റ്റ് വേണമെങ്കിൽ പ്രൈസ് ഈവൻ അതിൻ്റെ പ്രൈസ് കൂടുതലാണെങ്കിൽ പോലും ആൾക്കാർ എന്ത് ചെയ്യും, വാങ്ങും. നമ്മുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും കൂടുതൽ വാങ്ങും. അതുപോലെ തന്നെ എമർജൻസീസ് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ ഫ്ലഡ്, വാർ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി ഗുഡ്സിൻ്റെ പ്രൈസ് കൂടിയാലും നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മളത് വാങ്ങും. ബിക്കോസ് നമുക്ക് ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്കത് എന്താണ് ആവശ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ആ സാധനത്തിൻ്റെ പ്രൈസ് കൂടിയാലും നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മളത് പർച്ചേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലോ ഓഫ് ഡിമാൻഡിൻ്റെ എക്സെപ്ഷൻസ് വരുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്